ശക്തിയോടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ താഴ്ച കൊടുക്കുക, സമർപ്പിക്കുക. Feel the Holy Spirit. Feel the Holy Spirit. Surrender the Holy Spirit. Yes. Hallelujah. Thank Holy Spirit. Thanks for touch. നമ്മുടെ സാന്നിധ്യത്തിൽ മനസ്സിലാവുന്നുണ്ട്. Hallelujah. Yes. തലവഴി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തലവഴി ഒഴുകി. Hallelujah. പ്രശംസ വെളിപ്പെടുന്നുണ്ട്. Hallelujah. പ്രശംസ വെളിപ്പെടുന്നുണ്ട്. Yes, പ്രശംസ വെളിപ്പെട്ടു വരുന്നുണ്ട്. Hallelujah. Yes Lord. ഏൽപ്പിച്ചു കൊടുത്താൽ ഏൽപ്പിച്ചു സമർപ്പിച്ചു കൊടുത്താൽ Hallelujah. പ്രശംസ വെളിപ്പെടുന്നു. പ്രശംസ വെളിപ്പെടുന്നു. Yes. പ്രശംസ വെളിപ്പെടുന്നു. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ ഒരു ദൂതനോട് എത്തുവാനിടയായി. ഹല്ലേലൂയ. ഒരു വെള്ള ചിറകുകളുള്ള ദൂതൻ ഇന്ന് രാത്രി ദൂതുമായിട്ട് ആ ദൂതനെത്തിയിരിക്കുക. ഇന്ന് രാത്രി ദൂതുമായിട്ട് ആ ദൂതനെത്തിയിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ദൂതനെത്തിയിരിക്കുക. ഗബ്രിയേൽ ആ ഗണത്തിൽപ്പെട്ട മിനിസ്റ്റർ ഗബ്രിയേൽ അല്ല, പക്ഷെ ആ ഗണത്തിൽപ്പെട്ട ദൂതുവാഹിയായിട്ട് എത്തിയിരിക്കുന്ന ജീസസ് രാത്രി ഏൽപ്പിച്ചു കൊടുക്കും. ദൂത് വെളിപ്പെടാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ദൈവം കൊടുത്തിട്ട് ഈ ദൂത് ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ജീസസ് ജീസസ് നമ്മുടെ ഹൃദയം തുറന്നാലും ആഴ്ത്തി കൊടുത്താലും ചിലർക്ക് ഇന്ന് രാത്രി പകരുമെന്ന് കർത്താവ് പറയുന്നു. കുടത്തിന്റെ അകത്ത് വെള്ളം പകരുന്നത് പോലെ ചിലര് രാത്രി നിറയ്ക്കും. ചിലർക്ക് രോഗസൗഖ്യം രാത്രി തരും കേട്ടോ. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന്റെ ആത്മാവ് രാത്രി വെളിപ്പെടുന്നു. Worship you now. Holy, holy, ഏകാഗ്രത ഹൃദയത്തോടുകൂടി ഹല്ലേലൂയ 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 Yes, yes, we love you. Lord, we love you. Lord, we love you. Jesus, we love you. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു യേശുവെ ഞങ്ങൾ സ്നേഹിക്കണം. Abba Father, I love you. Jesus, I love you. Holy Spirit, I love you. Yes, we love you, Holy Spirit. We
We love you, Jesus. നിങ്ങൾ പ്രകടിപ്പിക്കണം, ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കണം. യേശുവിന്റെ സ്നേഹം നമ്മളെ പ്രകടിപ്പിച്ചാണ് നമ്മളെ കൃപയെ വരാൻ കാരണമായത്. യേശുവിന്റെ സ്നേഹമാണ് അവന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്, അല്ലേ? You are worthy. You are worthy. നമ്മളെ യേശു നമ്മളെ യേശുവിനെ തിരഞ്ഞെടുത്തതല്ല, നമ്മളെ യേശുവിനെ കണ്ടെടുത്തതല്ല, യേശു നമ്മളെ കണ്ടെടുക്കുക. ഹല്ലേലൂയ. ചെളി കിടന്ന നമ്മളെ, കൂരിരുട്ടി കിടന്ന നമ്മളെ യേശു തേടിയെത്തുവാനിടയായി. യേശുവിന്റെ സ്നേഹമാണ്. അങ്ങനെയാണ് നമ്മൾ യേശുവിന്റെ സ്നേഹം പ്രകടിപ്പിക്കണം. വർഷിപ്പ് ചെയ്യുമ്പോഴേക്കും സ്നേഹം പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം കർത്താവേ. We praise you. I give you all glory, honor, praise. We love you, Jesus. We love you, Jesus. നിങ്ങൾ പറ, യേശുവേ നന്ദി, ഞങ്ങളെ സ്നേഹിക്കുന്നു. നമുക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും? നമ്മളൊരു കുഞ്ഞിനെ കൈക്കിട്ട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കും? അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. നമുക്ക് മലയാളികൾക്ക് വലിയ പാടാണ് സ്നേഹം പ്രകടിപ്പിക്കുക. രാത്രി സ്നേഹം പ്രകടിപ്പിക്കുക. ഹല്ലേലൂയ. സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം പ്രകടിപ്പിക്കുക. ഹല്ലേലൂയ. സ്നേഹം പ്രകടിപ്പിക്കുക. ഈ പാപം പെട്ടെന്ന് ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എത്ര കർത്താവിനെ സ്നേഹിക്കുന്നു അത്രമാത്രം നമ്മുടെ പാപം ക്ഷമിച്ചുകൊണ്ടിരിക്കും. Praise God. Hallelujah. Love you, Jesus. ഒരു കിസ്സൊക്കെ കർത്താവിന്റെ കിസ്സൊക്കെ കൊടുക്കണം. Praise God. ആ ഒരു കുഞ്ഞെങ്ങനെ പ്രകടിപ്പിക്കും യേശുവിനെ. നമ്മളൊരു കുഞ്ഞിനെ പോലെ യേശുവിനെ മുന്നിൽ. കാരണം ഞാനൊരു കഴിഞ്ഞ ദിവസം ഈ ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ, ആർമിയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം റിട്ടയറായി. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ആർമിയിൽ ഒരു സ്പെഷ്യൽ ട്രൂപ്പിലാണ്. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഇറാൻ്റെ വാറുള്ളത് കൊണ്ട് സ്പെഷ്യൽ എന്തോ ഒരു സ്പെഷ്യൽ എന്താ പറയുക, സ്പെഷ്യലായിട്ട് അവർ അയച്ചിരിക്കുക. അപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ വേറൊരു പാസ് മുഖാന്തരം എന്നെ വിളിച്ചു. അപ്പം അദ്ദേഹത്തിന് അറിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, ഈ മകൻ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷേ കാരണം ഇതിൽ വാറിന് പോയിരിക്കാണല്ലോ, ഇവരെ സീക്രട്ടാണ്. ഞാൻ പ്രാർത്ഥിക്കാതെ ഒരു മിനിറ്റ് കർത്താവേ, ഇവനെ കാണിക്കുന്ന കർത്താവ് സാധാരണ മനുഷ്യനെ പോലെയല്ല, ഒരു ചൈൻ്റെ യേശുവിനെ, മനസ്സിലായോ? ചായ ഭയങ്കര വലിപ്പമുള്ളൊരു യേശുവിനെ, വലിയ വലിപ്പമുള്ളൊരു യേശു. സാധാരണ യേശുവല്ല, നമ്മുടെ മനുഷ്യനെ പോലെ ഇരിക്കുന്ന യേശുവല്ല, ഒരു ഭയങ്കര വലിപ്പം. ഞാൻ ആദ്യമായിട്ട് അത്ര കാണുന്നു, അത്ര വലിപ്പം കാണുന്നു യേശുവിനെ. എന്നിട്ട് ആ മകനെ കർത്താവ് എന്തിരിക്കുന്നറിയോ? ഇങ്ങനെ എൻ്റെ മാറോട് ചേർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? മാറോട് ചേർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെന്ന് രാത്രി നോക്കി കർത്താവ് പറഞ്ഞ നമ്മളെല്ലാം ഉള്ളം കൈ വഹിച്ചിരിക്കുന്നല്ലോ പറയുന്നത്, അല്ല വരച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എത്ര വിശ്വാസികളെയാണ് കർത്താവ് ഉള്ളം കൈ വരച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ആ കൈയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ യേശുവിനെ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് മാറ്റാം. നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മൾ കണ്ട 33.5 വയസ്സല്ലേ, 33 വയസ്സുള്ള യേശുവിനെ നമ്മൾക്കറിയാം. നമ്മുടെ തലയിൽ അതാ കിടക്കുന്നത്, നമ്മുടെ ബ്രെയിനകത്ത് അതാ കിടക്കുന്നത്. ഒരു മനുഷ്യനെ പോലെ കടന്നു പോകുന്നു, അപ്പോഴും നമ്മുടെ തലയിൽ അതാ കിടക്കുന്നത് യേശുവിനെ. ആ യേശു അല്ല ആക്ച്വലി റിയൽ. ആ ദൈവത്തെ ഒന്ന് ഓർത്ത് വയ്ക്കും നിങ്ങൾ. ദൈവത്തെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ ദൈവത്തെ നമ്മൾ ചിന്തിക്കും. ആ ദൈവത്തെ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ആ ദൈവത്തെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ്റെ അകത്തോട്ട് ഒന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ അല്ല, നമുക്ക് ആ റിവലേഷൻ കിട്ടണം. ആ റിവലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമല്ലെന്ന്. അതിന് നമ്മളിവിടെ വരുമ്പോൾ തന്നെ യേശുവിനെ നോക്കാം, വേറെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ ആ മനുഷ്യനായ യേശുവിനെ അല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തെ ചിന്തിക്കേണ്ടത്. യേശുവാണ്, പക്ഷെ ദൈവത്തെ ചിന്തിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ കർത്താവ്, അല്ലേ? പ്രൈസ് ഗോഡ്. എല്ലാത്തിനും അതുപോലെ വിളിച്ചു വരുത്തുവാൻ ശേഷിയുള്ള ദൈവം, അല്ലെങ്കിൽ അത്ര ശക്തനായ ദൈവം, ആ ദൈവമാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പം ഞാനിതിനെ കഴിഞ്ഞപ്പോൾ ആ വെളിപ്പാടുള്ളപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ മകൻ സുരക്ഷിതനാണ്, യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ വായിച്ചായിരുന്ന പട്ടാളക്കാരൻ, ഒരു ക്യാപ്റ്റൻ, ഒരു പൈലറ്റ്
നിങ്ങൾ കാണാറുണ്ടോ ഇതല്ലേ ക്ലിപ്പ്? പൈലറ്റ് എവിടെയാ? ഇറാന്റെ 47 മൈൽ ഉള്ളില് ഫ്ലൈറ്റ് ക്രാഷായി അല്ലേ? അവിടുന്ന് രക്ഷപ്പെടുത്തിയത് 14 മണിക്കൂർ കർത്താവ് അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ നടന്നുപോയി. എന്റെ പുറകെ നടക്കാൻ പറഞ്ഞു. എത്ര ചെക്ക് പോസ്റ്റുകൾ കടന്നുപോയി അല്ലേ? അദ്ദേഹത്തിന്റെ കാല് നീര് വെച്ച് ഒടിഞ്ഞ് നീര് വെച്ച് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തല അല്ലെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നടുവിലൂടെ കർത്താവ് 14 മണിക്കൂറാണ് അദ്ദേഹത്തെ നടത്തിയത്. ഇവിടെ മരുഭൂമിയുടെ നടുവിലൂടെ, പാറക്കെട്ടിന് നടുവിലൂടെ. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിനെ വിശ്വസിക്കുക, ദൈവത്തിനെ വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുകയാണ്, എല്ലാം കണ്ണുടച്ച് വിശ്വസിക്കണം. കാറ്റിനെ കർത്താവ് ശാസിച്ചു വിശ്വസിക്കണം. കോളിനെ കർത്താവ് ശാസിച്ചു വിശ്വസിക്കണം. അല്ല, പത്രോസിന് മാത്രമല്ല അനുഭവം ഉണ്ടായത് അല്ലേ? നമുക്ക് അനുഭവമാണ്. നമ്മുടെ കാറ്റിനെ കർത്താവിന് ശാസിക്കാൻ പറ്റും അല്ലേ? പ്രൈസ് ഗോഡ്. പക്ഷെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കർത്താവിനെ വിളിച്ചാൽ മതിയെന്ന്. മോശ മുഴുവൻ അലറിയിട്ട് മോശയ്ക്ക് ഒരു പണിയും പറ്റാത്തതുകൊണ്ടാണ് മോശയോട് ചോദിച്ചത്, നിന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്തുവാ മോശേ? വീശ് മോശേ അല്ലേ? എന്തിനാ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? കയ്യിൽ 1-ാം തരം മെഷീൻ കണ്ടിരിക്കുക, അതിന് കള്ളം മുന്നിൽ നിൽക്കുക, വെക്കണ പിടി അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മളെന്താ ചെയ്യുന്നത്? മെഷീൻ കണ്ട് കള്ളനെ കൊടുത്തിട്ട് പറയാം, നീ എനിക്കൊരു വിളിച്ചെന്നാണ് പറയുന്നത്. പല വിശ്വാസികൾ അങ്ങനെയാ. മെഷീൻ കണ്ടിരിക്കുക, നമ്മുടെ കയ്യിലിരിക്കുക, കള്ളം തന്നെ മുന്നിൽ നിൽക്കുക. ഇന്ന് പേടിപ്പിക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ വിറച്ചോണ്ടിരിക്കുക. അന്നേരം നമ്മൾ നോക്കും, ഫോൺ എടുത്ത് പാസ്റ്ററെ വിളിക്കും, എപ്പം വിളിക്കും. എനിക്ക് പ്രശ്നമല്ല. 10 ഗ്രൂപ്പ് അല്ല വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് അന്നേരം മെസ്സേജ് അയക്കും, എന്റെ പ്രാർത്ഥനാ വിഷയം നിന്റെ കണ്ടിരിക്കുകയാണ്, വെക്കണ വെടി അല്ലേ? അതിനോണ്ടോ എന്തോ നമ്മുടെ ബ്രെയിൻ എന്തോ കുഴപ്പമുണ്ട്, എന്തോ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുക. ആദ്യം തൊട്ടേ നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ മുതൽ അങ്ങനെ പഠിച്ച് നമ്മൾ അങ്ങനെ ബ്രെയിൻ വാഷ് പഠിപ്പിച്ചു. ആ സ്ഥിതി മാറ്റണം. നമ്മളെ ആ വിശ്വാസത്തിൽ വന്നപ്പം തൊട്ട് അങ്ങനെ നമ്മളെ കൊച്ചു പിള്ളേരെ പോലെ പഠിപ്പിച്ച് എല്ലാത്തിനും പാസ്റ്ററിനെ വിളിച്ചോണം, എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ ആളെ വിളിച്ചോണം, എല്ലാത്തിനും പ്രവാചകന്മാരെ വിളിച്ചോണം, എല്ലാത്തിനും ആഴത്തിനെ വിളിച്ചോണം. കർത്താവ് എല്ലാം തന്നിരിക്കുക. കർത്താവ് ഞാൻ എല്ലാം പാമ്പുകളെ, തേളുകളെ, ശത്രു സകലത്തെ ചവിട്ടാൻ എനിക്ക് അധികാരം തന്നിരിക്കുക. ചവിട്ടിക്കോളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വാസം പറയും, ചവിട്ടല്ലേ അമ്മ നിന്നെ കൊത്തു എന്ന് പറയുന്നത്. എവിടെ ചവിട്ടാൻ? കർത്താവ് ചവിട്ടാൻ പറഞ്ഞിട്ട് പറയും, പാസ് വന്നിട്ട് പറയും ചവിട്ടല്ല അമ്മ നിന്നെ കൊത്തുവെന്ന്. ഇത് കേട്ടോണ്ട് വിശ്വാസിന്നിട്ട് പറയും ഞാൻ ചവിട്ടത്തില്ല. വിശ്വാസിന് കേൾക്കുമ്പോൾ സന്തോഷമാണ്, പുള്ളി ചവിട്ടുന്നില്ലല്ലോ. രാത്രി നമ്മൾ ചവിട്ടും. അതുകൊണ്ട് മൗനമായി നിൽക്കരുത്. കർത്താവ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നും പേടിക്കണ്ടെന്നാ. അങ്ങനെ ഞാനൊക്കെ എന്നെ ചത്തു പോകണ്ടതാ അല്ലേ? അല്ല വേറെ എത്ര വർഷമായിട്ട് 19 വർഷമായിട്ട് അബുദാബിൽ കിടന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോഴും പലരും ആവിചാരം ചെയ്യുന്നുണ്ട്, കർത്താവ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് എപ്പോഴും തലയടിച്ച് പോകേണ്ടതാ. ദൈവം പിടിപ്പിക്കുന്നു. ചെറിയ തലവേദന വരും, ശാസിച്ചത് പൊക്കോളും. ഒരു പാമ്പ് എഴുന്നേറ്റ് വരും, പോടാതെ പറഞ്ഞാൽ പൊക്കോളും. കാരണം നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ടെന്നാ. ഇന്ന് രാത്രി വെളിപ്പെടട്ടത്. നിങ്ങൾ കരയാതെ, ഇത് മോശ കരയുന്നവരെ കരയാതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കരയാതെ നീട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അല്ലേ? യേശുവിനെ ആദ്യം മാറേ, യേശുവിനെ ആദ്യം പുരോഗതി ശക്തികൾ മാറേ, പാരമ്പര്യ ശക്തികൾ മാറേ, നീ അടങ്ങ്. കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ വലിയ വിടുതൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ വെള്ളച്ചാട്ടം ഒഴുകുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. അനിമഷി പറഞ്ഞുകൊണ്ടിരുന്ന തീക്കായി പറഞ്ഞാൽ nothing can compare. You're our living hope. Your presence. Having more presence. More presence. More presence. More presence. More presence. More presence.
shame is more presence. Hallelujah. Holy Spirit, more presence. Jesus, Jesus, we waiting upon you, Lord. We waiting upon you, Lord. Hallelujah. Holy Spirit. Hallelujah. Baba. your glory. Hallelujah. By your presence, ശക്തിയോടെ പാടി, ഒച്ച പാടിയാലും അറിയാതെ ഒച്ച പാടിക്കണം. Holy Spirit. Flood this place. Send your glory to be over. പക്ഷെ പ്രാപിച്ചാലും ഫ്രൂട്ട് പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് വരണം. Hallelujah. We worship you, Holy Spirit. We worship you, Holy Spirit. We worship you, Holy Spirit. Oh, we worship you, Jesus. Jesus, we worship you, Jesus. We worship you, Jesus. We give you glory, honor, praise. Hallelujah. എല്ലാ മഹത്വവും കൊടുത്താലും എല്ലാ മഹത്വവും എല്ലാ പൂഴ്ചയും നമ്മുടെ കർത്താവിന് കൊടുത്താലും എല്ലാ മഹത്വവും എല്ലാ പൂഴ്ചയും നമ്മുടെ കർത്താവിന് കൊടുത്താലും എല്ലാ മഹത്വവും എല്ലാ പൂഴ്ചയും നമ്മുടെ കർത്താവിന് കൊടുത്താലും in the name of Jesus. Hallelujah. പിതാവാം ദൈവത്തിന് എല്ലാ മഹത്വം കൊടുത്താലും Hallelujah. Yeshua is the Lord. Yeshua is the Lord, King of all kings. Oh, King of the King. Oh, his name is Jesus. His name is Jesus. Hallelujah. King of the King. Yes, King of the King. Oh, Rakamana Shandal Kamana. Yes. There is only one God. His name is Jesus. Only name Jesus. His name is Jesus. കരങ്ങളടിച്ച് കുട്ടി ദൈവത്തെ ആരാധിച്ചാലും We are gathered here to seek your holy face. Come and pour your spirit in this holy place. Let the fire of heaven fall upon us now, as before the throne of the majesty we bow. Let the weight of your glory fall on us today. Let the power of your spirit wash our sins away. El Shaddai, Lord, all to you we lift our hands. Let the weight of your glory fall across the land. We can hear the rushing of the mighty wind, bringing us the promise that will never end. Open up the heavens, let the river flow. we worship you. We give you glory, honor, praise, 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 praise. ദൈവദിനം തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ദൈവദിനത്തിൽ തുടങ്ങാം. ഒന്ന്, പിശാചിന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പാടില്ല, അല്ലേ? ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ പ്രവേശിക്കും.
ഇവൻ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തില്ലെങ്കിലും നമ്മുടെ പിതാക്കന്മാർ ആരെങ്കിലും ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് പ്രവർത്തിക്കാം. തലമുറ വഴി വന്നുകൊണ്ടിരിക്കും. നമ്മളത് ബ്രേക്ക് ചെയ്യണം. ഒന്ന്, നമ്മുടെ ഏതെങ്കിലും പിതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാതാവ്, ചിലപ്പോൾ മാതാവിൻ്റെ നമുക്കറിയത്തില്ല കേട്ടോ, അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവോ, അവർ ഒരു പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് അനുഭവിക്കാം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലേ, ശരി, നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്, നമ്മുടെ ശാപമെല്ലാം കർത്താവ് ശരിയാണ്. പക്ഷേ അവകാശം കിടക്കും അല്ലേ, അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. പലപ്പോഴും നമുക്കുള്ള പോരാട്ടം എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിങ്ങനെ കടക്കുക, തലമുറയായിട്ട് കടക്കുക, ഒന്ന് ബ്രേക്ക് ചെയ്യണം. പണ്ട് ആരോ പൂജ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ, അത് ഇന്ന് രാത്രി നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. രണ്ട്, ചിലപ്പം രക്തം കൊടുത്തിട്ട് കാണാം. മനസ്സിലായോ? രക്തം പിശാചിന് കൊടുത്ത് കാണാം, രക്തം കൊടുത്ത് കാണാം, ഏതെങ്കിലും രീതിയിൽ. അത് ബ്രേക്ക് ചെയ്യണം. അതൊക്കെ ഡോർ ഓപ്പൺ, അതെല്ലാം ഡോർ ഓപ്പൺ. അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരാൻ പാടില്ല. നമുക്ക് ആ ഡോറൊന്നും നമ്മുടെ തലമുറകൾക്ക് വരാൻ പാടില്ല, നമുക്ക് വരാൻ പാടില്ല. ഹല്ലേലൂയ. അതിന് ശാപങ്ങളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. പാരമ്പര്യ ശാപങ്ങളൊന്നും നമുക്ക് വരാൻ പാടില്ല. പാരമ്പര്യ രോഗങ്ങളൊന്നും നമുക്ക് വരാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ തലമുറകൾക്ക് വരാൻ പാടില്ല. ചില രോഗങ്ങൾ, ചില ശാപങ്ങൾ മദറിൻ്റെ ഫാമിലിയിൽ നമുക്ക് മക്കൾക്ക് വരാം. അതിന് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പം പിശാചിനെ അന്ന് അവർ ആരാധിച്ചത് അല്ലേ, അന്ന് അവരറിഞ്ഞോ അറിയാതെയോ ആരാധിച്ചതായിരിക്കാം. ചിലപ്പോൾ ഒരു ഭൂമി അവകാശം പറഞ്ഞ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ താമസിക്കുന്ന ഭൂമി പണ്ട് ചിലപ്പോൾ പിശാചിന് കൊടുത്തതായിരിക്കാം. മനസ്സിലായോ? നിങ്ങൾ താമസിക്കുന്ന ഭൂമി അതൊരു പക്ഷേ പിശാചിന് വേണ്ടി അന്ന് അർപ്പിച്ചതായിരിക്കാം. അല്ലെ പിശാചിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവർ പൂജ ചെയ്തതായിരിക്കാം. അതിൻ്റെ ദോഷം ആർക്കുണ്ടാവും? നിങ്ങൾക്കുണ്ടാവാം അല്ലേ, അല്ലെ നമുക്കുണ്ടാവാം. അതിനൊന്ന് പകൽക്കാലം ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് നമ്മുടെ ആ ശാപങ്ങൾ പൊട്ടിക്കാൻ പോവാം. ശാപങ്ങൾ പൊട്ടിച്ചാൽ നമ്മളല്ലേ ശാപങ്ങൾ പൊട്ടിക്കുന്നത്, പരിശുദ്ധാത്മ പൊട്ടിക്കുന്നത്. പക്ഷെ നമ്മൾ പറയണം, പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ കർത്താവെ ക്ഷമിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കോ ഞങ്ങളുടെ തലമുറകൾക്കോ അതിൻ്റെ ദോഷം വരാതിരിക്കാൻ ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? കടഭാരം എന്തുകൊണ്ടാണ് മാറാത്തത്? നമുക്ക് കടഭാരം എന്തുകൊണ്ടാണ് മാറാത്തത്? അല്ലേ, പാരമ്പര്യമായിട്ട് ഇങ്ങനെ എന്തോ കടപ്പുണ്ട്, അതിൻ്റെ അകത്ത് ശാപം കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഷുഗർ പാരമ്പര്യമായിട്ട് കിടക്കുന്നത്? എന്തുകൊണ്ടാണ് കൊളസ്ട്രോള് ഇതൊക്കെ പാരമ്പര്യമായി കിടക്കുന്നത്? എന്തുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് തലമുറകൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് അല്ലേ? എന്തുകൊണ്ട് ലേറ്റായിട്ട് തലമുറകൾ ഉണ്ടാകുന്നു? ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട് ചിലർക്ക് എത്ര അധ്വാനിച്ചാലും കൈ പൈസ കിട്ടുന്നില്ല അല്ലേ, ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് അല്ലേ, എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എവിടെയോ ഒരു പ്രശ്നം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തകർക്കണം. 8.5 അതിന് ഇത് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. അത് പറ്റത്തില്ലണ്ട, അത് പൊട്ടിക്കണം. നമ്മൾ അമേരിക്കൻ റൂൾസ് നമുക്ക് വേണ്ടെന്ന്, നമുക്ക് ദൈവജനത്തിന്റെ റൂൾസ് മതി. ഇന്ന് നമ്മൾ ഇതില്ലേ, മോർഗേജ് അടയ്ക്കുന്നില്ലേ, നമ്മൾ ട്രാപ്പിലിട്ടിരിക്കുക അവരല്ലേ 30 വർഷം. ഇപ്പം എത്ര വയസ്സായി പറയണ്ട, ഇനി 30 വർഷം അടയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കാണും ഇവിടെ, നമ്മൾ കാണത്തില്ല. ബ്രദർ ഇപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങി, അതിനെപ്പറ്റി ചിന്തിക്കുന്നത് വാങ്ങിച്ചിട്ടില്ല, ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഞാൻ 30-40 വർഷം അടയ്ക്കുമ്പോൾ നമ്മൾ എത്ര വയസ്സാവുന്നല്ലേ. അപ്പോൾ അടച്ചെടുക്കും. എനിക്കറിയാം 70-80 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അവരുടെ മോർഗേജ് തീർക്കാൻ വേണ്ടി. എന്നിട്ട് വേണം അവർക്ക് വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ. അവർ പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ചിന്ത എന്നാണെന്നറിയോ? നീ തീരുന്നതിന് പോയെങ്കിൽ എന്ത് ചെയ്യും? നിനക്ക് അങ്ങനെ സ്വസ്ഥത കിട്ടും അല്ലേ? നീ തീരുന്നതിന് പിന്നെ പോയെങ്കിൽ നിനക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് രാത്രി പൊട്ടിയത് നിങ്ങൾ. നിങ്ങൾക്ക് എത്ര ലക്ഷം നിങ്ങളുടെ വീടിന് കാണാം, പൊട്ടിയത്. കർത്താവിന് രാത്രിയിൽ എൻ്റെ പ്രാർത്ഥിക്കുന്നത് ഇത് മോർഗേജ് അടച്ചടച്ച് നമ്മളൊരു പണിയാവുക, ബില്ല് അടച്ചടച്ചൊരു പരിപാടിയാവുക. പ്രോപ്പർട്ടി ടാക്സ് അങ്ങനെ ഓരോ ആഴ്ച ബില്ല് വരുമ്പോഴത്തേക്ക് നമ്മൾ കഷ്ടം തോന്നുക. അത് ഒരാഴ്ച കഷ്ടപ്പെട്ട മുഴുവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് പൊട്ടിയത്
എന്തുവാ ഗവർണർ ടെക്സാസ് എന്നെ കർത്താവ് കാണിക്കുന്നത് കിണർ കാണിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. നന്മയാ, ആമേൻ. തമാശയല്ലേ കർത്താവ് നന്മ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ഉറവ് തുറക്കാൻ പോവാ. ആമേൻ. എന്നോട് പറഞ്ഞ അറിയുന്നവർക്ക് ഇതിൻ്റെ അത് അത്ഭുതമുണ്ട് കേട്ടോ. ആമേൻ. ദൂത് കാണിക്കുന്നു. മരുഭൂമിയുടെ നടുവിൽ കർത്താവ് നീരോട് തുറക്കുന്നതിന് വേണ്ടി. ആമേൻ. ഇതൊരു അത്ഭുതം. ഇത് കർത്താവ് തമാശയല്ലേ, ഇത് അത്ഭുതം. ആത്മാവിന്റെ നടുവിൽ ഞാൻ പറയുക, ഇതിനകത്തൊരു അത്ഭുതം ഞാൻ ചെയ്യാൻ പോകും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് ഞാൻ ക്യാൻസൽ ചെയ്യും. എൻ്റെ ലോണുകളെല്ലാം ഞാൻ അടയ്ക്കും. ഹല്ലേലൂയ. എൻ്റെ ലോണുകളെല്ലാം ഞാൻ അടയ്ക്കും. ഓ, ഈ വർഷം തന്നെ ഞാനത് ക്യാൻസൽ ചെയ്യും കർത്താവേ. ഈ വർഷം തന്നെ എൻ്റെ ലോണുകൾ മുഴുവൻ ക്യാൻസൽ ആവും. ഞാൻ ചുമ്മാ തമാശയോട് പറയല്ല. ഞാനൊരു ദിവസത്തിന്റെ സാക്ഷ്യം കേട്ടാ. അദ്ദേഹം പറഞ്ഞപ്പോൾ പുള്ളിക്ക് $3 ലക്ഷം വീടിന് ബാലൻസ് ഉണ്ട് അടയ്ക്കാണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ബിസിനസ്സുകാരൻ വിളിച്ചു, പാസ്റ്റർ വീട് വരെ തരാമെന്ന് ചോദിച്ചു. അദ്ദേഹം യാത്ര അവിടെ ചെന്നു. ഒരു $3 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ബിസിനസ് ഈ വർഷത്തെ ബിസിനസ്സിൻ്റെ ഒരു ലാഭത്തിൻ്റെ വീതമാണ് $3 ലക്ഷം. ആലോചിച്ച് നോക്കും, $3 ലക്ഷം ബിസിനസ്സിൻ്റെ ലാഭം പുള്ളി കൊടുത്തതാ. വീടിന് മോർഗേജ് ഇല്ല ഇപ്പോൾ. എന്തോ വീടിന്റെ മോർഗേജ് ഇല്ല. $3 ലക്ഷം അടയ്ക്കാനുണ്ടായിരുന്നു പറഞ്ഞു, തീർന്നു. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ദിവസം പറഞ്ഞു, പാസ് എൻ്റെ $26,000 അടയ്ക്കാനുണ്ട് എൻ്റെ വീടിന്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദൈവം പറഞ്ഞു $76,000 വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. 76,000. ഞാൻ പാസ് 26,000 അല്ലേ, 76,000 പ്രാർത്ഥിക്കണമല്ലോ. പാസ് 26,000. ഞാൻ 76,000 ദൈവം പറയുന്നു. പുള്ളി ഇങ്ങനെ കുറച്ച് നേരം അതിനോട് പാസ് ശരിയാ, കുറെ ക്രെഡിറ്റ് കാർഡും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് കാർഡും കുറേ അതും ഇതൊക്കെ കൊടുക്കാൻ എല്ലാവരും 76 ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്രാർത്ഥിക്കുക. പാസ് 26 പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ കടം കിടക്കുമല്ലേ അല്ലേ? നീ വായ്പ വാങ്ങത്തില്ല, എന്ത് ചെയ്യും? വായ്പ കൊടുക്കുന്നതിനായി തരും അല്ലേ? വായ്പ കൊടുക്കുന്നതിനായി തരും. പറ, ഞാൻ വായ്പ കൊടുക്കുന്നതിനായി തരും. ഞാൻ വായ്പ ഞാൻ വാങ്ങിക്കത്തില്ല. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കത്തില്ല. ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് മുഴുവൻ അടച്ചു വീട്ടും. എൻ്റെ ലോൺ മുഴുവൻ അടച്ചു വീട്ടും. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തന്നെ അത്ഭുതം നടക്കും. വിശ്വസിക്കുക, വിശ്വസിക്കുക. നിങ്ങൾ ഒരു നീരുറവ ദൈവം തുറക്കാൻ പോവാ. എന്നെ കാണിക്കുന്ന കിണർ തുറന്നിരിക്കുക, ഒരു കിണർ തുറന്നിരിക്കുക. യെസ്, ഈ ആഴ്ച ഈ മാസം തന്നെ അത്ഭുതം നടക്കട്ടെ. ഈ മാസം തന്നെ അത്ഭുതം നടക്കട്ടെ. കർത്താവ് ഈ മാസം തന്നെ എനിക്ക് $1 ലക്ഷം വേണം. ഈ മാസം തന്നെ $2 ലക്ഷം വേണം. ഈ മാസം തന്നെ $3 ലക്ഷം വേണം. എന്റെ കടഭാരങ്ങൾ മാറുവാൻ എല്ലാവരും പറ, ഓരോ ആവശ്യങ്ങൾ പറ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഉറാബാസി അത്ഭുതം നടക്കട്ടെ. ഇന്ന് രാത്രിയില് ഞങ്ങളെ ശാപങ്ങളെ പൂട്ടുന്ന, കടഭാരത്തിന്റെ ശാപങ്ങളെ പൊട്ടിക്കുന്ന കർത്താവേ, ആ ബന്ധനത്തെ ഞങ്ങൾ തകർക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബന്ധനത്തെ ഞങ്ങൾ തകർക്കുകയാണ്. ക്രെഡിറ്റ് കാർഡിന്റെ ബന്ധനത്തെ ഞങ്ങൾ തകർക്കുകയാണ്. ബ്ലഡിലൂടെ വന്നിരിക്കുന്ന ആ ബന്ധനത്തെ ഞങ്ങൾ തകർക്കുകയാണ്. പിതാക്കന്മാരിൽ വന്നിരിക്കുന്ന ബന്ധനങ്ങളെ തകർക്കുകയാണ്. ശാപങ്ങൾ നിരാത്തങ്ങൾ പൊട്ടിക്കുന്ന കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് പൊട്ടിമാറട്ടത്, പൊട്ടിമാറട്ടെ. ഇരുമ്പ് പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ. എന്റെ കർത്താവ് കാണിക്കുന്നത് ലോറി, നിങ്ങൾ കണ്ടില്ല, ലോറിയിലും ഈ എന്താ പറഞ്ഞേ, കമ്പിയില്ലേ, വാർക്ക കെട്ടിടത്തിന് കമ്പി ഉള്ളത്, എന്താ പറഞ്ഞേ, കമ്പി അല്ലേ? അപ്പൊ ഈ നമ്മുടെ നാട്ടിലെ ലോറി ഇല്ല, മറ്റേ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, അല്ല 4 സൈഡ് ഇങ്ങനെ, അതിന്റെ 4 സൈഡും 3 സൈഡ് ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലോ. അതിന് ഒരു സൈഡ് ഇങ്ങനെ ഷട്ടർ തുറക്കുന്നവർ തുറന്നു. അപ്പൊ ഈ കമ്പികളെല്ലാം പടപടാന്ന് നാട്ട് വീഴുമോ? ഞങ്ങൾ അങ്ങനെ വെളിപ്പാട് മനസ്സിലായോ? അതിന്റെ അർത്ഥം ഒരു വിടുതലാണ്. കമ്പി പോലെ ഇങ്ങനെ കട്ടം ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന എന്തൊക്കെയോ നിങ്ങൾ പൊട്ടിച്ചു മാറ്റുക. കനമായ, അത് പൊട്ടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന എന്തോ ശാപക്കെട്ടുകൾ രാത്രി അഴിച്ചുകൊണ്ടിരിക്കുക. ശാപക്കെട്ടുകൾ ഇങ്ങനെ ഈ ലോറിയുടെ ഒരു സൈഡ്, ആ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ഈ കമ്പി ഇത്ര നല്ല എന്താ പറയുക, നീളത്തിലുള്ള കമ്പി ഉണ്ടല്ലോ, മറ്റേ വറക്കേക്കൊണ്ടിരുന്ന കമ്പി, അതിങ്ങനെ പടപടാ നിലത്തോട് വീണുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്തോ ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക, ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ശുശ്രൂഷ ഒന്നും പ്ലാനുള്ള ശുശ്രൂഷയല്ല. നമ്മുടെ ശുശ്രൂഷ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. നമുക്കിതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്രൈസ് ഗോഡ്. ഇതൊന്നും നമ്മൾ പ്ലാൻ അല്ല. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്താല. ഓ, ബന്ധനം തകരട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ആഭിചാരങ്ങൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
പാരമ്പര്യ രോഗങ്ങൾ അഴിയട്ടെ. Amen. പറ, എന്റെ മാതാപിതാക്കളോട് വന്നിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ ഞാൻ ബ്രേക്ക് ചെയ്യാം. എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് വരത്തില്ല. പറ, വിളിച്ചു പറ. എന്റെ മാതാപിതാക്കളോടെ വന്നിരിക്കുന്ന എല്ലാ പാരമ്പര്യ രോഗങ്ങളും തകർക്കുന്നു, വെട്ടിമാറ്റുന്നു ഞാൻ. യെസ്, വെട്ടിമാറ്റുന്നു. വിഴുതി കടലിലെറിയോ, വിഴുതി കടലിലെറിയുന്നു. യെസ്, പാരമ്പര്യ ശാപങ്ങൾ. യെസ്, പാരമ്പര്യ രോഗങ്ങൾ ഞാൻ ശാസിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ ഞാൻ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ സൂയിസൈഡ് എന്ന ഒരു ടെൻഡൻസി ചിലർക്കുണ്ട്. കർത്താവ് തകർക്കും ഇന്ന് രാത്രിയിൽ. അത് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന കർത്താവ് പറയുന്നത്. പെട്ടെന്ന് ഈ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് സൂയിസൈഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം, അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ തകർക്കും. ഞങ്ങൾ വെട്ടുന്നു. എല്ലാവരും വെട്ടിമാറട്ടെ. പൊട്ടട്ടത് പൊട്ടട്ടത് യേശുവിനെ പൊട്ടിമാറട്ടത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് പൊട്ടിമാറട്ടത്. പൊട്ടിമാറട്ടത്. പൊട്ടിമാറട്ടെ. എൻ്റെ ഒരു തലമുറയെ കാണും. ഇങ്ങനെ ഒരു തൊട്ടിയിലാട്ടുന്ന തലമുറയെ കാണിക്കുന്നു. അപ്പം തലമുറയായിട്ടെന്തോ അതായത് ഒന്നെങ്കിൽ നിങ്ങളെ ചെറുപ്പമായിരിക്കും ദൈവം കാണിക്കുന്നത്, ഈ കാര്യത്തില്ല. ഇങ്ങനെ തൊട്ടി കിടക്കുന്നിടത്ത് കൊച്ചുണ്ടല്ലോ, ഒരു പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ സമയത്തെന്തോ വന്ന പോരാട്ടമായിരിക്കും ചിലപ്പോൾ. എന്തായാലും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കാണിക്കുന്ന ഒരു തലമുറയെ കാണിക്കുന്നു. തൊട്ടി കിടക്കുന്ന തലമുറയെ കാണിക്കുന്നു. നമ്മളറിയും, നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ തൊട്ടി, നമ്മൾ തുണിത്തൊട്ടി തുണി കൊണ്ട് ഇങ്ങനെ തൊട്ടി, ആ തൊട്ടിക്ക് അതൊരു കൊച്ചിനെ കിടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതൊരു മാതാവിനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം വെച്ചാൽ മാതാവിൻ്റെ പാരമ്പര്യത്തിൽ പെട്ട എന്തോ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ? കർത്താവ് പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെയാണ്. ആ മാതാവിൻ്റെ, അതായത് നിങ്ങളുടെ അമ്മ മുഖാന്തരം എന്തോ ഒരു ശാപം, നിങ്ങളുടെ അമ്മ മുഖാന്തരം എന്തോ ഒരു ബന്ധനം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്ത് രാത്രി വെട്ടുന്നു. യെസ്, പുക്കിൾക്കൊടി ഞങ്ങൾ വെട്ടുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ സോളിഷ്ടയെ ഞങ്ങൾ വെട്ടുന്നു. അമ്മയിലൂടെ വന്ന സോളിഷ്ടയം, നമ്മൾ അമ്മയെ വെട്ടിക്കളയല്ല കേട്ടോ, ആ ബന്ധനം വെട്ടിക്കളയുക. യെസ്, അമ്മയിലൂടെ വന്ന സോളിഷ്ടയങ്ങൾ വെട്ടിക്കളയുക. യെസ്, യേശുവിനെ വെട്ടിക്കളയുക. ഹല്ലേലൂയ. അമ്മയിലൂടെ വന്ന ആ ബന്ധനം, അത് രോഗമാണെങ്കിലും ശാപമാണെങ്കിലും ഇത് രാത്രി നിങ്ങൾ വെട്ടിമാറ്റുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് വെട്ടിമാറ്റട്ടത്. ഉറവനശി. നിങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. പ്രൈസ് ഗോഡ്. പിന്നെ കർത്താവ് ഈ കടലിലോട്ട് ഇങ്ങനെ നമ്മൾ കടലിങ്ങനെ തിര അടിച്ച് വന്നിട്ട് ഈ കരയിലോട്ട് വന്നിട്ട് ഈ കരയിലുള്ളതെല്ലാം തൂത്തെടുത്ത് തിരിച്ചു കൊണ്ടുപോകത്തില്ലേ? അതുപോലെ വെളിപ്പാട് ദൈവം കാണിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള എന്തൊക്കെയോ ദൈവം തൂത്ത് പെറുക്കി കടലിലോട്ട് കൊണ്ടുപോവാം. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെയോ തൂത്ത് പെറുക്കി ദൈവം കൊണ്ടുപോവാം, കടലിലോട്ട് കൊണ്ടുപോവാം, കടലിലെറിയുക. രാത്രി പലതും കടലിലെറിയുക കർത്താവ്. ഹല്ലേലൂയ. രാത്രി വിടുന്നില്ല കേട്ടോ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് രാത്രി. ആത്മമണ്ഡലത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുക. യേശുനാഥനെ സംഭവിക്കണം. ഒരു 10 മിനിറ്റ് ദൈവജനം പറഞ്ഞ ശേഷം നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എന്തെങ്കിലും ആലോചന നമുക്ക് പറയാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഓർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. യെസ്. What is a praying in the spirit? നാം രാത്രി സംസാരിക്കാൻ പോകുന്നതാണ്. What is a praying in the spirit? What is a praying in the spirit? What is a praying in the spirit? 1 Corinthians chapter 14-15. 1 Corinthians chapter 14-15. So praying the spirit is mentioned 3 times in the scripture. 3 പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തിൽ praying the spirit നെ കുറിച്ച് പറയുന്നുണ്ട്. 1 Corinthians 14-15 says, so what shall I do? I will pray with my spirit, but I will also pray with my mind. അപ്പോൾ എന്താണ്? I will sing with my spirit, but I will also sing with my mind. So എങ്ങനെയാണ്? തിരുവെഴുത്തിൽ 3 തവണ ആത്മാവിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-15 പറയുന്നത് എന്താണ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലേ? രണ്ടെന്താണ്? ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, എന്നാൽ എന്റെ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ എന്റെ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രേയിങ് ഇൻ ദ സ്പിരിറ്റും അന്യഭാഷയും വ്യത്യാസമുണ്ട് കേട്ടോ. അന്യഭാഷ എന്തുവാ? അത് ഹോളി സ്പിരിറ്റിന്റെ ഗിഫ്റ്റാണ്. പ്രേയിങ് സ്പിരിറ്റോ ഹോളി സ്പിരിറ്റിന്റെ ഗിഫ്റ്റാണ് അന്യഭാഷ. അത് പ്രാർത്ഥനയല്ല, അന്യഭാഷകളാണത്. അത് ദൈവത്തോട്, അല്ലേ? അന്യഭാഷ ദൈവത്തോട് മർമ്മമാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള മർമ്മമാണ്. അന്യഭാഷകൾ എന്താണ്?
അനേക ഭാഷകൾ സംസാരിക്കുന്നു അല്ലേ? പല പല രാജ്യങ്ങളിലെ ഭാഷകൾ അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ ഭാഷകളാണ്. അന്യഭാഷകൾ നമ്മൾ എന്താണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. സോ പ്രേയിങ് ദ സ്പിരിറ്റ് എന്തുവാ? സോ വാട്ട് ഷാൽ ഐ ഡു? വെൽ ഐ വിൽ പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. നമ്മുടെ ഉള്ളിൽ സ്പിരിറ്റ് ഉണ്ടല്ലേ, ആ സ്പിരിറ്റിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് അന്യഭാഷയല്ല. പലർക്കും തെറ്റാറുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അന്യഭാഷയല്ല. നമ്മളെ ആത്മാവിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് അവിടെ പരിശുദ്ധാത്മ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മൈൻഡ് കൊണ്ട് പ്രാർത്ഥിക്കാം, അതായത് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. ആത്മാവിലെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിലെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ചില വിഷയങ്ങൾ പൊങ്ങി വരും. ആ വിഷയത്തിന് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരും ഇന്ന വിഷയം പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലൂടെ പ്രാർത്ഥന ഉയർന്നു വരും അല്ലേ? എഫെസ്യർ ലേഖനം 6:18 വായിച്ചു നോക്കിയേ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ And pray in the spirit on all occasions with all kinds of prayer and requests. ഉണ്ടോ? എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു മലയാളം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധ എല്ലായ്പ്പോഴും എല്ലാത്തരം പ്രാർത്ഥനയും എന്തായിരിക്കണം? അപേക്ഷയും ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡിൽ പ്രാർത്ഥിക്കുന്നതല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് മൈൻഡിൽ പ്രാർത്ഥിക്കുന്നതെന്നല്ല പറയുന്നത്. പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 15-10 വാക്ക് എന്താണ്? മൈൻഡിൽ ഞാൻ പ്രാർത്ഥിക്കും. നമ്മുടെ മൈൻഡിലും പ്രാർത്ഥിക്കാം അല്ലേ? നമ്മുടെ ബുദ്ധിയിലും പ്രാർത്ഥിക്കാം. നമ്മളൊരു ഒക്കേഷൻ ചെന്നു അല്ലേ? നമ്മുടെ ഒക്കേഷൻ ചെന്നു നമ്മുടെ ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കും അല്ലേ? നമ്മളുടെ ബർത്ത്ഡേക്ക് ഒന്ന് കടന്നില്ലുമ്പോഴത്തേക്ക് അവിടെ ദൂത് പറയാറില്ല. പറയുമോ? നമ്മളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കരുത് അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു കയറി താമസിക്കുമ്പോഴത്തേക്ക് അവിടെ ആരും ദൂത് പറയാറില്ല. അവിടെ നമ്മളെന്താണ്? അവളെ ബുദ്ധിയുണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമുക്ക് ബുദ്ധികൊണ്ടും പ്രാർത്ഥിക്കാം അല്ലേ? ഒരു വലിയൊരു സഭായോഗത്തിൻ്റെ നടുവിൽ വെച്ച് നമുക്ക് ബുദ്ധികൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവിനും പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ ഓരോ ശേഖരിക്കുന്നത് എന്താണ്? വിശുദ്ധ ഓരോ ശേഖരിക്കുന്നത് എന്താണ്? നിങ്ങൾ എഫെസ്യർ ലേഖനം 6:18 എന്താ പറയുന്നത്? എല്ലായ്പ്പോഴും എല്ലാത്തരം പ്രാർത്ഥനകളോട് എങ്ങനെ ആയിരിക്കണം? അപേക്ഷകൾ എങ്ങനെ ആയിരിക്കണം? ആത്മാവിനായിരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. And pray in the spirit on all occasions with all kinds of prayer and request. Hallelujah. With this in mind, be alert and always keep on praying for all the saints. യൂദ 20 വായിച്ചു നോക്കിയേ. യൂദ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കണ്ണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാന്ന് അവിടെ ഇരിക്കുന്നുണ്ടോ? യൂദാ പറയുന്നത്, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്താൽ നിങ്ങളെ തന്നെ ആത്മീയ വർധന വരുത്തി എന്ത് ചെയ്യണം? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പൊ ആത്മാവിന്റെ അർത്ഥം എന്തുവാ? ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ആരോട് ചോദിക്കണം? ഹോളി സ്പിരിറ്റിനോട് ചോദിക്കണം. നിങ്ങൾ മുട്ടി മുടക്കി പായിട്ട് നിങ്ങൾ നിലത്തിരിക്കുക അല്ലേ? നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. വീട്ടിൽ നിങ്ങൾ കുടുംബമായിട്ട് ഇരിക്കണം, കസേരയിൽ നിങ്ങൾ ആരോട് ചോദിക്കണം? ഹോളി സ്പിരിറ്റ്. നിങ്ങൾ സ്പിരിറ്റിനോട് ചോദിക്കണം. നിങ്ങളുടെ സ്പിരിറ്റ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സ്പിരിറ്റ് ലീഡ് ചെയ്യണം പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ബോറിംഗ് ആകുന്നത്? നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന 5 മിനിറ്റ് 10 മിനിറ്റ് ഇട്ടിട്ട് പോകാൻ കാരണം എന്തുവാ? ആത്മാവിൽ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? നമ്മളൊരു 15 പ്രാവശ്യം നമ്മുടെ ജാതികളെല്ലാം കുറ്റം പറയാറുണ്ടല്ലേ? അവരെല്ലാം റിപ്പീറ്റേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളത് ടേപ്പ് ചെയ്തു, നിങ്ങളുടെ പ്രാർത്ഥന ടേപ്പ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ 10 ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾ ടേപ്പ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ പറഞ്ഞ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നാളെയും പറയുന്നത്, നാളെ പറഞ്ഞ കാര്യം തന്നെ നാളെയും ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാതികളുടെ പ്രാർത്ഥനയല്ലേ പ്രാർത്ഥിക്കുന്നത്?
ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആത്മാവിലല്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിക്കാറുള്ളൂ. ഒറ്റ പ്രാവശ്യം അവർക്ക് പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം എനിക്കറിയാം കർത്താവ് പ്രാർത്ഥന കേട്ടെന്നറിയാം. പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കുന്നു? പിന്നെയും കർത്താവ് അവർക്ക് കൊടുത്തതിനാ സ്തോത്രം, അവർക്ക് ആ വിടുതൽ കൊടുത്തതിനാ നന്ദി. പിന്നെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു പിന്നെയും പിടിവിക്കണം. അതിൻ്റെ അർത്ഥം എനിക്ക് സംശയമില്ല കർത്താവിനെ. അതിൻ്റെ അർത്ഥം ബ്രദറിനോട് ഒരു കാര്യം പറഞ്ഞു, ബ്രദർ എനിക്ക് $100 തരണം. ഇപ്പം തരണം ബ്രദർ ഞാൻ നാളെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. അതിൻ്റെ അർത്ഥം എനിക്ക് വിശ്വാസമായി ബ്രദർ ട്രാൻസ്ഫർ ചെയ്യണമെന്നോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെയും പറഞ്ഞു ബ്രദർ എനിക്ക് $100 നാളെ ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. ബ്രദർ ഞാൻ തന്നേക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വിളിച്ചിട്ട് ബ്രദർ എനിക്ക് $100 നാളെ ട്രാൻസ്ഫർ. ബ്രദർ ഈ ദേശത്ത് എന്താ കുഴപ്പമെന്ന് പറയും അല്ലേ? 5-6 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴത്തെ ബ്രദർ എൻ്റെ ഫോൺ എടുക്കത്തില്ല. ശരിയല്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമാണ് അല്ല ബ്രദർ? ഒന്നെങ്കിൽ എനിക്ക് കുഴപ്പമാണ്, അല്ലെങ്കിൽ ബ്രദർ എന്നെ വിശ്വസിക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ശരിയല്ലേ? നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് റിപ്പീറ്റേഷൻ. എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യം പറയും, ഉച്ചയ്ക്ക് ഒരു കാര്യം തന്നെ പറയും, വൈകുന്നേരം ഒരു കാര്യം തന്നെ പറയും. കർത്താവ് പൊട്ടനാണോ? കാരണം ഒന്നെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരല്ല, നമ്മുടെ പ്രാർത്ഥന നമുക്ക് തന്നെ ബോധമുണ്ട് എന്താണ് നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുന്നില്ല, നമുക്ക് തന്നെ എന്തോ ഒരു ഡൗട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ വിശ്വസിക്കും. 2 കാര്യം, ഒന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥനയോട് ചെല്ലുന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്ക് വിശ്വാസം വേണം. നമ്മളെ സ്തോത്രം ചെയ്ത് പോവാ. നടന്നിരിക്കുന്നതിന് ആവശ്യം, കർത്താവ് തന്നിരിക്കുന്നതിന് ആവശ്യം. ഇപ്പം നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചു, എൻ്റെ $1,00,000 കർത്താവിൻ്റെ കടം മാറ്റിയതിന് ആവശ്യം, എൻ്റെ ക്രെഡിറ്റ് കാർഡ് അടച്ചതിന് ആവശ്യം. നാളെ വീണ്ടും പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കണേ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ ക്രെഡിറ്റ് കാർഡ് മാറ്റിയതിന് ആവശ്യം. നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥിച്ചു. അനേക വെളിപ്പാടുള്ള ദൈവം തന്നു അല്ലേ? വിടുതൽ ദൈവം തന്നു, ഉറപ്പിച്ച് ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തന്നു, നമുക്ക് ദൂത് തന്നു ഓൾറെഡി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കർത്താവെ ആ വെളിപ്പാട് ഞാൻ സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കിണർ തുറന്നിരിക്കുന്നതിനായ സ്തോത്രം, ആ നീരോടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതിനായ സ്തോത്രം, എൻ്റെ ക്രെഡിറ്റ് കാർഡ് മുഴുവൻ ക്ലീൻ ചെയ്തിരിക്കുന്നതിനായ സ്തോത്രം, എൻ്റെ വീടിൻ്റെ ലോൺ മുഴുവൻ അടച്ചു വിട്ടിരിക്കുന്നതിനായ സ്തോത്രം. ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാനാ. എൻ്റെ മോടെ വിവാഹം നടന്നതിനായ സ്തോത്രം, അവരുടെ തലമുറ ഉണ്ടായതിനായ സ്തോത്രം, എനിക്ക് ജോലി കിട്ടിയതിനായ സ്തോത്രം, എൻ്റെ വീട് വിറ്റതിനായ സ്തോത്രം, അല്ല സ്ഥലം വിറ്റതിനായ സ്തോത്രം. എത്ര ലക്ഷം 6 ലക്ഷം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി കർത്താവിനോട്. അങ്ങനെ പറയണം. ഇപ്പം ഞാൻ ഒരാൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ച് സ്വത്രം പറഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് പ്രാർത്ഥിക്കാറോ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സിസ്റ്റർ എന്താ ഞാൻ ഓർക്കുന്നില്ല എന്താണ് വിഷയം, പാസ്റ്റർ ഇന്ന വിഷയം. ഓക്കെ ഞാൻ സ്വത്രം പറഞ്ഞത് തീർന്നാണുള്ള വിഷയം. എന്നാലും പാസ്റ്റർ ഒന്നുകൂടെ പ്രാർത്ഥിക്കും. ഒന്നുകൂടെ പ്രാർത്ഥിച്ച് അവർ ഓർപ്പിക്കാൻ വേണ്ടി വീണ്ടും കർത്താവ് 2 ദൂരം തന്ന് 2 ദൂരം പറഞ്ഞു കൊടുത്ത് വീണ്ടും ഉറപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞ് നിങ്ങൾ സ്വത്രം പറഞ്ഞുകൊണ്ട് പോകും. വായിച്ച സിസ്റ്റർ വായിച്ചു. He spoke a parable to them that men always ought to pray and not lose heart. 18-ന്റെ മറ്റേ certain ശല്യപ്പെടുത്തുന്ന ആളല്ലേ? There was in a certain city a judge who did not fear God. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അത് ശരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, യാക്കോബിന്റെ ലേഖനം എന്താ പറയുന്നത്? നിങ്ങൾ വല്ലാണ്ട് യാചിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. ശരിയല്ലേ? വല്ലാണ്ട് യാചിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു? ഒന്നും കിട്ടുന്നില്ല. അതൊരു സ്റ്റോറി കർത്താവ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ശരിയാണ്. നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുന്നു, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പ് കണ്ടെത്തും അല്ലേ? എന്ന് വെച്ചാൽ എൻ്റെ സബ്ജക്റ്റ് വെച്ചാൽ നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം ആ ജാതി ഒരു അതൊരു എന്താണ്, ഒരു വിധവയാണത്. അതുപോലെ ഒരു വിഷക്കാരുതിയാണ് അല്ലേ? ഒരു വിടവല്ലേ? ആ രീതിയിലാണ് കർത്താവ് സ്റ്റോറി പറയുന്നത്. അവർ വിശ്വാസിയല്ല, നമ്മൾ വിശ്വാസിയാണ്, സ്വന്തം മക്കളാണ്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? അവർ വിശ്വാസിയാണെന്നല്ലേ കർത്താവ് പറയുന്നത്. നമ്മൾ വിശ്വാസികളാണ്, കാരണം നമ്മൾ സ്വന്തം മക്കളാണ്, അവകാശികളാണ്. അതേ പറഞ്ഞു വരുന്നത്. നമ്മൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം എന്തുവാ? 15-ാം അധ്യായത്തിൽ ധൂർത്തുപുത്രൻ അല്ലേ? പക്ഷെ വേറൊരു ധൂർത്തുപുത്രൻ്റെ അനിയനോ ചേട്ടനോ വീട്ടിലുണ്ട്, ചേട്ടൻ വീട്ടിലുണ്ട്. അവൻ കംപ്ലീറ്റ് അവകാശിയാണ്. ഈ പുള്ളിയെല്ലാം നശിപ്പിച്ച് തിരിച്ചു വന്നു അല്ലേ? തിരിച്ചു വന്നിടത്തേക്കാണ് ദൈവം വന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് മുമ്പ് വെച്ച് കാളയെ മുറിക്കുന്നു, മോതിരിടുന്നു, ഭയങ്കര ബഹളമാണ്, ബാധ്യയാണ്, മടങ്ങി അല്ലേ? അന്നേരം മറ്റേ പുള്ളിക്ക് അസൂയായി, ചേട്ടൻ അസൂയായി. ഇത്രയും നാളും ഞാനിവിടെ ഈ അപ്പന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു ആടിനെ പോലും മുറിച്ചിട്ടില്ല അല്ലേ? പക്ഷെ എന്താ പറഞ്ഞത്? നിന്റെ ഇത് മുഴുവൻ നിനക്കുള്ളതല്ലേ? കണ്ടോ?
നീ എന്നോടുകൂടി ഇരിക്കില്ലേ? എനിക്ക് അവകാശിയാ. ഉണ്ടാകുന്നു. നമ്മളെല്ലാം അവകാശികളാ. പിന്നെ നമ്മളെന്തിനാ ഈ വീട്ടോട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാം അവകാശികളാണ്. രണ്ട് കാര്യമുണ്ട്. എന്താണ്? നമ്മൾ കൂട്ടവകാശികളാണ്. ആരില്ല? റോമാലേഖനത്തിൽ പറയുന്നത് നമ്മൾ ക്രിസ്തു യേശു കൂട്ടവകാശികൾ. എവിടെയൊക്കെയാ? നമ്മൾ ഭൂമിയിലും കൂട്ടവകാശിയാണ്, സ്വർഗത്തിലും കൂട്ടവകാശിയാണ്. ക്രിസ്തുവിന് എന്തെല്ലാം അധികാരം സ്വർഗത്തിലുണ്ട് അതിൻ്റെ എല്ലാ അധികാരം നമുക്കുമുണ്ട്. എന്തെല്ലാം അവകാശമുണ്ട് അതെല്ലാം അധികാരമല്ല അവകാശം. എന്തെല്ലാം അവകാശം കർത്താവിന് എവിടെയുണ്ടോ അതിനെല്ലാം നമ്മൾ കൂട്ടവകാശിയാണ്. എവിടെയാ? സ്വർഗത്തിൽ എന്തെല്ലാം ക്രിസ്തുവിന് അവകാശമുണ്ടോ അതിനെല്ലാം നമ്മളും എന്തൊരു സ്വത്രം പറ. ഹല്ലേലൂയ. പക്ഷെ അധികാരം ആർക്കുള്ളത്? അവിടെ കർത്താവിനുള്ളത്. അധികാരം നമുക്ക് ഭൂമിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ശരി നമുക്ക് അധികാരമില്ല. കാരണം അവിടെ ഒരു കിങ്ങേ ഉള്ളല്ലേ. ഇവിടെ നമുക്ക് അധികാരം നീ ഒന്ന് തന്നിരിക്കുക. അവിടെ നമുക്ക് അധികാരമില്ല. കാരണം യേശുവിന്റെ തലയിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അല്ലേ നമുക്കിവിടെ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കർത്താവ് കംപ്ലീറ്റ് അധികാരം തന്നിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു അധികാരം ഉണ്ടായിട്ടുണ്ട്. യേശു ഉണ്ട്. അവിടെ സ്വർഗത്തിൽ 2 രാജാക്കന്മാരുടെ ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് ദൈവം വേറെ കാര്യം ചെയ്യും. അനേക കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്യും? നമ്മളെ പല സ്ഥലങ്ങളോട്ട് വിട്ട് അവിടുത്തെ അധികാരിയാക്കി മാറ്റും. മനസ്സിലായോ? അവിടെ അധികാരിയായി തീരും നമ്മള്. അതിനൊരു വാക്യമുണ്ട് പാസ്റ്റർ. ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ അധികാരി, അവിടെ അധികാരിയാ. ഇപ്പൊ നമുക്ക് ഇവിടെ അധികാരമുള്ളൂ ഭൂമിയില്. യാ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് അധികാരം ദൈവം തന്നിരിക്കുക. യേശുവിന്റെ അധികാരം തന്നെ നമുക്ക് തന്നിരിക്കുക. ഓരോന്നേക്കും രാജാക്കന്മാരായിരിക്കും. യാ അതെവിടെയാ? സ്വർഗത്തിലല്ല. കാരണം സ്വർഗത്തിൽ ഓൾറെഡി അധികാരി ഉണ്ട്, രാജാവുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവ് എന്തിനാണ് ഒരു ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചെന്തിനാ? എന്നാ പിന്നെ സ്വർഗത്തിൽ അവരാക്കി വെച്ചാൽ പോരായിരുന്നോ? അവർക്ക് വാഴാൻ അവർക്കൊരു അധികാരം കൊടുത്തു ദൈവം അല്ലേ. അവരെ രാജാവാക്കി വെച്ചിരിക്കും അവിടെ. എവിടെയാ? ഭൂമിയിൽ. പക്ഷെ അവര് കളഞ്ഞു പോയി. അവരെ രാജാവാക്കി വെച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അധികാരിയാക്കി വെച്ചു അല്ലേ. അപ്പം കർത്താവ് എപ്പോഴും രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ്. സ്വാർത്ഥനല്ല യേശു. മനസ്സിലായോ? അദ്ദേഹം ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ്. എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഭരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ചോദിച്ചുകൊണ്ടിരിക്കുക, യാചിച്ചുകൊണ്ടിരിക്കരുത്. പ്ലീസ് താഴെ എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ കിങ്ങാണ്. നമ്മൾ കിങ്ങിൻ്റെ മക്കളാണ്. നമ്മൾ പുരോഹിതന്മാരല്ലേ. നമ്മൾ പുരോഹിതന്മാരാണ് നമ്മളല്ലേ. നമ്മൾ ആ അധികാരം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആള് മാറുന്നത്. നമ്മൾ ഇങ്ങനെ നിങ്ങൾ ഇരിക്കത്തില്ലെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് വിട്ടുപോയി. എന്താണിത്? ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പം എന്ന് വെച്ചാൽ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ച പ്രാർത്ഥിച്ചോളാം. ചില സമയത്ത് ആത്മാവ് വീണ്ടും പറയും, പ്രാർത്ഥിക്കാൻ പറയും. മനസ്സിലായോ? ചില സമയത്ത് ആത്മാവ് പറയും വീണ്ടും ആ സബ്ജക്റ്റ് പറയാൻ നിർത്തിക്കളയരുത്, പ്രാർത്ഥിക്കാൻ പറയും, റിപ്പീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനകത്ത് പ്രാർത്ഥിച്ച് ജയം എടുക്കാൻ വേണ്ടിയാണ്. ചില സമയത്ത് പരിശുദ്ധാത്മ പിന്നെയും ഓർപ്പിക്കും നമ്മളെ. ആ സമയത്ത് പ്രാർത്ഥിക്കണം. ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ച് സ്വന്തം പറഞ്ഞത് വിട്ടെങ്കിലും ചില സമയത്ത് വീണ്ടും പരിശുദ്ധാത്മ നമ്മൾ ഓർപ്പിക്കുന്നത്. നമ്മൾ മറന്നു പോകുന്ന ചില സമയത്ത് നമ്മൾ മറന്നു പോകും. അതായത് വിടുതലിന് അടുത്ത് വരുന്ന സമയത്ത് അടുക്കാറാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ പരിശുദ്ധാത്മ വീണ്ടും ഓർപ്പിക്കും. നിങ്ങളത് ഓർത്ത് പ്രാർത്ഥിക്കാൻ പറയും, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താ എനിക്കറിയത്തില്ല, ദൈവത്തിന് വിടുതലിനോ എന്തോ സംഭവം വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും. ആ വിഷയം വീണ്ടും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതുവരെ നമ്മൾ കിട്ടിയതിനായ സ്വന്തം പറഞ്ഞായി സംശയിക്കാമായ സ്വന്തം പറയണം. സംശയിക്കാൻ പാടില്ല. സംശയിച്ചാൽ പോയി. സംശയിക്കാൻ പാടില്ല. വേറെ ഭാഗത്തുണ്ട്, നമ്മൾ ഒരു കൂട്ടുകാരൻ ചെന്നിട്ട് നോക്കിയിരുന്നു അല്ലേ. അവൻ്റെ മക്കളോട് കിടക്കുക അല്ലേ. എടാ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പ്ലീസ് കുറച്ചപ്പം എന്താ. അവന് ശല്യം അല്ലെ, ഭയങ്കര ശല്യമായിട്ട്. അതും കർത്താവ് പറയുന്നുണ്ട് പ്രാർത്ഥനയിലുള്ള കാര്യം ശല്യമായിട്ട്. അതെങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ ദൈവത്തിന് തരാം. നിങ്ങൾ ശല്യം സഹിച്ച് ദൈവത്തിന് തരാം. ശല്യപ്പെടുത്തുന്നുണ്ട് കിട്ടും. നിങ്ങൾ ശല്യപ്പെടുത്താനും ദൈവം തരും. പക്ഷെ അത് ദൈവത്തിന് ഹിതമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ശാശ്വതമാണ് നിർബന്ധമൊന്നുമില്ല. അല്ല, ദൈവിതമാണെങ്കിൽ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് കിട്ടും. മനസ്സിലായോ? എനിക്ക് ശല്യം എപ്പോഴും നമ്മൾ പറയത്തില്ലേ, തായ അങ്ങനെ കിട്ടും. അത് ശല്യം കൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല, എപ്പോഴും കൊടുത്തേക്കാൻ പറയും. പക്ഷെ ആ ദൈവത്തിൻ്റെ ഹിതമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ദാവീദിനോട് അങ്ങനെ പറയുന്നുണ്ട്, നിനക്കിത് മാത്രമല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അല്ലേ. അങ്ങനെ വാക്യമുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ?
ഇതിനേക്കാൾ അനേക കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അതെല്ലാം നീ കളഞ്ഞു കുടിച്ചു അല്ലേ? ഒരു പക്ഷേ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ $10,000 ആയിരിക്കും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അതിനേക്കാൾ വലിയ അനുഗ്രഹം ദൈവം വെച്ചിരിക്കുന്നതായിരിക്കും. പക്ഷേ അത് നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ടായിരിക്കും ഇതെടുക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പൊക്കെ ഒരു കല്യാണമല്ല വന്നു, ഫോർ എക്സാമ്പിൾ. ഇപ്പം ഇവളെ ഇപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരു ഡോക്ടർ കഴിക്കണമെന്ന് അറിയോ? ഡോക്ടർ വന്നിട്ട് ഇവളെ കല്യാണം കഴിക്കണമെന്ന ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നിരിക്കട്ടെ. പക്ഷെ നമ്മളുടെ സാഹചര്യം എല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു എഞ്ചിനീയർ വന്നു. എല്ലാ സാഹചര്യവും തോന്നുന്നു. ഇവിടുത്തെ ഗ്രീൻ കാർഡ് ഹോൾഡറാണ്, അല്ലെങ്കിൽ സിറ്റിസനാണ്, എല്ലാം ഒത്തു വന്നിരിക്കുകയാണ്, നല്ല കുടുംബമാണ്, കാണാനും നല്ലതാണ്, ഭവനം നല്ലതാണ്. പ്രാർത്ഥിച്ചപ്പോൾ ഗൈഡൻസും ഉണ്ട്. ഇതാ കാരണം മറ്റു ദോഷങ്ങളൊന്നുമില്ല. ദൈവം പറയും ഗൈഡൻസ് ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ ചിന്തിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട ആളാണോ നമ്മൾ ചോദിച്ചില്ല. ദൈവം പറയും കുഴപ്പമൊന്നുമില്ല, കേട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം കറക്റ്റായിട്ട് ആളാണോ, സൂട്ടബിൾ ആയിട്ട് ആളാണോ, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആളാണോ നമ്മൾ ചിന്തിക്കണം. അദ്ദേഹമാണെങ്കിൽ ആണോ ഇല്ലെന്ന് ദൈവം പറയും, അതാണോ ഇല്ലെന്നുള്ളത്. ഞാൻ മനസ്സിലായോ? അപ്പം ദൈവം പറയും എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം അതല്ല, എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണമെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ വരണമെന്നാണ്. കാരണം എന്താണ്, അതിലൂടെ എനിക്ക് മഹത്വം എടുക്കാനുണ്ട്. അപ്പം നമ്മൾ അദ്ദേഹം മറ്റേ ആളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് വരാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ കല്യാണം കഴിച്ച് അവരുടെ പിള്ളേരുമായിട്ടങ്ങ് പോകും. പക്ഷെ ദൈവത്തിന് എന്തോ പ്ലാൻ ഉണ്ടായിരുന്നു, അത് നടക്കത്തില്ല. ആ പ്ലാൻ അവിടെ സ്റ്റോപ്പായി. പിന്നെ വേറെ രീതിയിൽ പിന്നെ റൂട്ട് തിരിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സഹോദരി വിളിച്ചിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവരുടെ മോന് വേണ്ടി. ഇപ്പം ഡിഗ്രി എടുക്കണ്ട അല്ലേ, അങ്ങനെ. ഞാൻ പറഞ്ഞാൽ കൊച്ചു 12ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ബയോളജി പഠിക്കണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അവൻ ഇപ്പോൾ എടുക്കുന്നത് ഇതാണ്, ഡ്രാഫ്റ്റ്മാനായിട്ടാണ്, ഡ്രാഫ്റ്റിങ്ങാണ്, എന്താ ഡ്രോയിങ്, എന്തോ ഡിസൈനറായിട്ടാണ്. അവൻ മെഡിസിൻ എടുക്കണ്ട, അവൻ ഡോക്ടർ ആകേണ്ട ചെറുക്കനാണ്. ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. പക്ഷെ എന്ത് പറ്റി, അവൻ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് അവർ ഡിവോട്ട് ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്തു, അവർ വേറെ രീതിയിലൊക്കെ പോയി, ഡയറക്ഷൻ വേറെ ആയിപ്പോയി. പക്ഷെ ഇപ്പോൾ അവന് എടുക്കാൻ പറ്റത്തില്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്ത് സംഭവിച്ചു, അപ്പം അവൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ പ്ലാൻ നടക്കുന്നില്ല. അപ്പോൾ എന്നോട് വാസ്തവ പ്രാർത്ഥിക്കും. ഞാൻ എന്താ പ്രാർത്ഥിക്കാനാണ് അതിൻ്റെ അത്? ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓൺ ഡിസിഷൻ എടുത്തിരിക്കുക. ഇനി പ്രാർത്ഥിച്ചാൽ മതി, ഹാർഡ് വർക്ക് ചെയ്താൽ മതി, അതിൻ്റെ അകത്ത് ദൈവം സക്സസ് ആക്കിക്കോളും അതിൻ്റെ അകത്ത്. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ പോയി. നിങ്ങളുടെ പലരുടെയും വിവാഹം അത് തന്നെയല്ലായിരുന്നു. ദൈവത്തോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചേ? അല്ല, അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യം ഓർത്തോണം. എന്താ പറയാൻ കാരണം, അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യം ഓർത്തോണം. അന്ന് നമ്മൾ കല്യാണം കഴിച്ചത് ആര് പറഞ്ഞിട്ടാ? ദൈവം പറഞ്ഞിട്ടല്ല, പേരൻസ് പറഞ്ഞിട്ട്. മക്കളോട് പറഞ്ഞാൽ അവര്, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മക്കളെ വലിയ പാടാ. അത് ഉപസിക്കുക, പ്രാർത്ഥിക്കുക, എങ്ങനെയും അടിച്ചു തെപ്പിച്ചോണം, പറഞ്ഞോണം. എൻ്റെ വൈഫ് എന്നെ കല്യാണം കഴിക്കുന്നത്, ഞാനന്ന് വിശ്വാസത്തിലല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. മീൻസ് യേശുവിനെ എനിക്കറിയാം, ദൈവശബ്ദം കേൾക്കുന്ന ആളായിരുന്നു, അഭിഷേകം പ്രാപിച്ചതാണ്. പക്ഷെ ഞാൻ സമുദായത്തിൽ നിൽക്കുന്ന സമയത്ത് അവരൊക്കെ വിശ്വാസത്തിൽ വരുന്ന സമയമാണ്. അവർക്ക് ഒരുപാട് പാസ്റ്റേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അവർ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പാസ്റ്റർമാരെ വിളിച്ചു ചോദിച്ചു, ഈ അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്നാണ്. മനസ്സിലായോ? അവർക്കെല്ലാം ദൈവാലയം ചോദിച്ചിട്ട് അവർ കല്യാണം കഴിച്ചു തന്നെ. മനസ്സിലായി? നമുക്ക് അറിയത്തേ ഇല്ലായിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു, നീ പോയി നിന്റെ ജാതികളിൽ പോയി കഴിക്കാൻ പറഞ്ഞു. എന്നോട് അത്രേ പറഞ്ഞു, ദൈവം പറഞ്ഞോളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് കല്യാണം കഴിക്കണം? യെസ്, നീ പോയി നിന്റെ ജാതികളിൽ പോയി കഴിക്കാൻ പറഞ്ഞു. എന്നോട് ദൈവം അത്രേ പറഞ്ഞോളൂ. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു അന്ന്. ശരി, സിസ്റ്റർ പറഞ്ഞു, ശരി, നമുക്കൊന്നും ഒന്നും അറിയത്തില്ല. അപ്പം പറയുന്നത്, അമ്മ പറയുന്നത് കേട്ടുകൊണ്ട്. പക്ഷേ മക്കളോട് പറയണം, നിങ്ങൾ ഉപയോഗിച്ച് പ്രാവശ്യത്തിൽ നിങ്ങൾക്കുള്ള തുണയെ കൊണ്ടുവരാൻ, ദൈവം കൊണ്ടുവരാൻ പറയണം. അതായിരിക്കും കറക്റ്റ് അല്ലേ? അല്ലേ ദേവസനെ? അല്ലേ? നിങ്ങൾക്കുള്ള തുണയെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. ദൈവം അടയാളങ്ങൾ കൊടുക്കും അല്ലേ? കറക്റ്റ് ദൈവം വെളിപ്പാട് കൊടുക്കും, കറക്റ്റ് ദൈവം ദർശനത്തിൽ കാണിച്ചു കൊടുക്കും, സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും അവരുടെ തുണയെ. അത് സക്സസ് ആവുകയും ചെയ്യും. ബ്രദർ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് സാരമില്ല, ഒന്ന് കെട്ടിപ്പോയില്ലേ, ഒന്ന് കെട്ടിപ്പോയി, ഇനി കളയണ്ട, ഇരിക്കട്ടെ.
ഹല്ലേലൂയ. അത് കർത്താവിനെ കൂടെ വെച്ച് കർത്താവ് ഞങ്ങളുടെ നടുവിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ജാതീയരാണെങ്കിൽ ശരി, ഇപ്പം ഹിന്ദുക്കളായാലും ശരി, ഓർത്തഡോക്സ് ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, പെന്തിക്കോസ്ത് ആയാലും ശരി, കല്യാണത്തിന്റെ നടുവിൽ ആര് കാണും? കൂട്ടി വച്ചിരിക്കുന്ന ദൈവമാണ്. അവിടെ ദൈവമാണ്. മനസ്സിലായോ? അത് ആര് ഇപ്പം നമ്മൾ ആരെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ശരി, കൂട്ടി യോജിപ്പിക്കുന്ന ദൈവമാണ്. അതിനെ ഒരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല. വേർതിരിക്കാൻ പാടില്ലെന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. അത് 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 ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആളാലും ശരി, മരണം കൂടാതെ മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഭാര്യ വ്യഭിചാരം ചെയ്യുന്ന ആളാണെങ്കിലും പുരുഷൻ വ്യഭിചാരം ചെയ്താൽ മാറി താമസിക്കാം. പക്ഷെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. മാറി താമസിക്കാം. ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാനും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിക്കാം. എന്താണ്? ആരെങ്കിലും ഒരാൾ മരിക്കണം. മരിച്ചാലേ കഴിക്കാം. പക്ഷെ അനേക പാസ്റ്റർമാർ പറയത്തില്ല. ഇന്ന് അനേകരുടെ പെന്തിക്കോസ്തിൽ തന്നെ അനേക വിവാഹം നടന്നുകൊണ്ടിരിക്കുക അല്ലേ, സെക്കൻഡ് മാരേജ്. ആക്ച്വലി അവർ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല അവർ സ്വർഗത്തിൽ പോകുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. അതായത് ദൈവജന പ്രകാരം പോകത്തില്ല. വ്യഭിചാരികൾ സ്വർഗരാജ്യം കാണുമോ? കാണത്തില്ല. പലരും പറയുന്നത് ദൈവാത്മാവ് പറഞ്ഞിട്ടാണ്. എനിക്കറിയത്തില്ല ദൈവാത്മാ അങ്ങനെ പറയുമോ, എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതുവരെ. കർത്താവ് അങ്ങനെ പറയുന്നുണ്ട്, വചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് അല്ല. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? അപ്പൊ ആത്മാവി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ എഫെസ്യർ പറഞ്ഞത് എന്താണ്? നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ പോവും. നമ്മുടെ വിഷയം നിർത്തട്ടെ. എഫെസ്യർ 6:18 നമ്മൾ വായിച്ചല്ലേ? വായിച്ചായിരുന്നു. ഒന്ന് Corinthians 14:15 അടിസ്ഥാനമാക്കി ചില പറയുന്നത് എന്താണ്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. അത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അന്യഭാഷയിൽ വരം അല്ലേ? അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക അല്ലേ? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ പിന്നെ വായിച്ചാൽ 1 Corinthians 14:27-28 പിന്നെ വായിച്ചാൽ എഫെസ്യർ 6:18 വായിക്കുക. അതൊക്കെ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ നിർത്തട്ടെ. പ്രൈസ് ഗോഡ്. സോ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സോ റോമാലേഖനം 8:26 വായിച്ചു. അത് നല്ല റോമൻസ് 8:24 വായിച്ചു. അവിടെ നമുക്കത് വായിച്ചു നിർത്താം. 8:26 നമുക്ക് ബലഹീനത വരും എപ്പോഴും. എങ്ങനെയാണ്? ഉറക്ക ക്ഷീണം. ചില സമയത്ത് നമുക്ക് 10 മണിക്കൂർ ജോലി ശേഷം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? യാത്ര ചെയ്യാൻ ശേഷം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് കഴിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. മനസ്സ് വിഷയം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൻ്റെ രോഗം ഉണ്ടായി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത് വലിയൊരു കടവാണ്. നമ്മുടെ മൈൻഡിൻ്റെ പ്രയാസം ഉണ്ടായി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അല്ലേ? നിങ്ങൾക്കൊരു തുമ്മൽ വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? ചീറ്റിരിക്കും. അപ്പോൾ എന്താണ് റോമാലേഖനം വായിച്ചേ 6:? ബലഹീനത വരുമ്പോൾ, ബലഹീനത എവിടെ വരുന്നത്? നമ്മുടെ ബോഡിക്ക് അല്ല, നമ്മുടെ മൈൻഡിന്, നമ്മുടെ സോളിന് ബലഹീനത വരും. അപ്പോൾ എന്ത് ചെയ്യും? ആത്മാവ് എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും. ആരാ? നമ്മുടെ സ്പിരിറ്റ് ആക്റ്റീവ് ആവും. വായിച്ചേ. കണ്ട, ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. വേണ്ടുവോളം പ്രാർത്ഥിക്കാൻ നമുക്ക് എങ്ങനെയാണ്? നമ്മുടെ മാനസികമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല സമയത്ത്. നമ്മൾ ചില വിമിഷ്ടപ്പെടുത്തേ ഉള്ളൂ അല്ലേ? ചിലർ പറയത്തില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബ്രദറെ അല്ലേ? നമ്മളൊരാൾ ഇപ്പം പെട്ടെന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ബ്രദറെ? കുത്തിരി പ്രാർത്ഥിക്കില്ല. നമുക്ക് പ്രയാസമായിരിക്കും അല്ലേ? ആ സമയത്ത് അങ്ങ് പ്രയാസമായിരിക്കും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി നമുക്ക് പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു കടഭാരം, നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു വലിയൊരു സിറ്റുവേഷൻ വരും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ കണ്ടോ പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമ്മള് ബലഹീനത വരുമ്പോൾ ആരാ ഏറ്റെടുക്കും പ്രാർത്ഥന? പരിശുദ്ധാത്മാവ് പ്രാർത്ഥന ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ ഇരുന്ന് കൊടുക്കണം. അല്ല, നമ്മൾ അതിനു വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? സമർപ്പിച്ചു കൊടുക്കണം.
ഞാൻ ചില സമയത്ത് ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും വർഷിപ്പിക്കിട്ട് ഹോളി സ്പിരിറ്റ് പ്ലീസ് കം, ഞാൻ അടുത്ത ദിവസം സറണ്ടർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില സമയത്ത് അങ്ങിരിക്കും കേട്ടോ. ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ശരീരം തളർന്നു പോകും, ഒരാത്മവിശ്വാസം അങ്ങ് പോകും. പിന്നെ ദർശനങ്ങൾ അല്ലെങ്കിൽ വേറെ ലോകത്തിലോട്ട് ദൈവം കൊണ്ടുപോകും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനാന്ന് എനിക്കറിയത്തില്ല, ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദൈവസന്നിധിയിൽ. പിന്നെ ഒരു 45 മിനിറ്റ് വരുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ ഉണരുന്നത്. പക്ഷെ നമുക്ക് വിഷയങ്ങളറിയാം, ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥിച്ചെന്നറിയാം. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തരുന്നത്, ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇന്ന് ഞാൻ ബ്രദറിന് ഒരു പതിവില്ലാതെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി. നമ്മുടെ ടോബി ബ്രദറിന് വേണ്ടി പതിവില്ലാതെ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ടോബി ബ്രദറിനെ വൈകുന്നേരം എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു പതിവില്ലാതെ. എന്നുവെച്ചാൽ ഇടയ്ക്ക് പുള്ളി ഓർക്കാറുണ്ട്, പതിവില്ലാതെ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കരുത്, പതിവില്ലാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാനിടയായി. അപ്പം അന്ന് ഇദ്ദേഹം വരുവാനിടയായി, മനസ്സിലായോ? പതിവില്ലാതെ പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും ചില സമയത്ത്. അത് നമ്മളെന്ത് ചെയ്യണം? ആത്മാവിന് വിട്ടുകൊടുക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. നമ്മൾ സറണ്ടർ കൊടുത്തിട്ട് കർത്താവ് ഈൽഡ് ചെയ്യണം. ഹോളി സ്പിരിറ്റ് പ്ലീസ് കം, ഞാൻ ഈൽഡ് ചെയ്യാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ഏറ്റെടുക്കണം. അപ്പോൾ നമ്മുടെ ബുദ്ധി അഫലമാവും. നമ്മുടെ ബുദ്ധി അഫലമാക്കിയിട്ട് ആത്മാവ് ജ്വലിക്കും. ആത്മാവിലോട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. ആത്മാവിൽ വിട്ടു കൊടുക്കുമ്പോഴത്തേക്ക് ആത്മാവ് പിന്നെയാണ് നമുക്ക് വേണ്ടി പറയാം. ചിലപ്പോൾ ദേശത്തിന് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, പല സ്ഥലങ്ങൾക്കായിരിക്കും പോകുന്നത്. ചില പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർക്ക് വേണ്ടി പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കും, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കും, നമുക്കറിയത്തില്ല. അത് എന്ന് വെച്ച് ഇങ്ങനെ നമുക്കറിയത്തില്ല. ആ സമയം പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കും. കൂടുതലും ഇങ്ങനെ ദേശങ്ങളിലും അത് ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോകും. പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ കൂടുതലും പൈശാചിക മണ്ഡലങ്ങളുമായിട്ടുള്ള പോരാട്ടങ്ങളും വെട്ടാനും പിടിക്കാനൊക്കെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഓരോരുത്തർക്ക് ഓരോ ശുശ്രൂഷ കൊടുക്കുമല്ലോ. അപ്പം അതൊന്നും വൈശിഷ്ടാത് നമുക്ക് ബലഹീനത വരും. ആര് ഏറ്റെടുക്കും പ്രാർത്ഥന? ആത്മാവ് ഏറ്റെടുക്കും. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് അപ്പം അന്യഭാഷ പ്രാർത്ഥനയല്ല, രണ്ടും മിക്സ് ചെയ്യരുത്. അന്യഭാഷ ആത്മാവി പ്രാർത്ഥനയല്ല. അന്യഭാഷ മർമ്മം, ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ ആത്മീയ മർമ്മങ്ങളാണ് അല്ലേ. അന്യഭാഷകൾ എന്തുവാണ്? ലോകത്തിലെ ഭാഷകൾ സംസാരിക്കുകയാണ്, അത് ആത്മീയ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ അന്യഭാഷകൾ നമുക്ക് ആത്മാവിൽ വിവേചിക്കാൻ പറ്റും, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ബ്രെയിൻ സ്പിരിറ്റ് വ്യത്യാസമാണ് കണ്ടോ. അത് സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. സ്പിരിറ്റ് സംസാരിക്കുന്നു. സ്പിരിറ്റ് സംസാരിച്ചാൽ ദൈവം കേൾക്കുകയും ചെയ്യും. നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ സോളിൽ 10 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കേൾക്കാതിരിക്കത്തൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ പവർഫുൾ സാധനമാണ് സ്പിരിറ്റുമായിട്ട് സംസാരിക്കുന്നത്. കാരണം ദൈവം ആരാണ്? ആത്മാവാണ്. ആത്മാവുമായിട്ട് എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഈസിയായിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടാനിടയാവും. അതിനെന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എന്ത് വേണം? നമ്മൾ എപ്പോഴും ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. യേശുവായിട്ടൊരു കണക്ഷൻ, യേശുവായിട്ട് ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവായിട്ട് എപ്പോഴും ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. ഹോളി ലൈഫ് എപ്പോഴും വേണം. ഹോളി ലൈഫ് ഇല്ലെങ്കിൽ നമുക്ക് ആത്മാവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹോളി ലൈഫ് നമ്മൾ വേൾഡ് മുഴുവൻ ക്ലോസ് ചെയ്യണം. ആവശ്യമില്ലാത്ത എല്ലാം കട്ട് ചെയ്ത് കളയണം. കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യണം, നമ്മൾ ആത്മാവിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ആത്മാവ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യും. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സമയമുണ്ട്. ദൈവം തരുന്ന ആലോചന പറയാൻ സമയമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണോ അതോ അവസാനം പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ചിട്ട് അവസാനം പറഞ്ഞാൽ മതിയോ? ഓ റാബാനസ് അതായിരിക്കും നല്ലല്ലേ. അപ്പോൾ ആത്മാവിലേക്ക് പോട്ടെ. ഒരു നിമിഷം.